എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും എന്നിൽ പ്രണയമുണ്ട്. പക്ഷെ അതൊരാളിൽ മാത്രമായി നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭൂമിയിലുള്ള എല്ലാത്തിനോടും പ്രണയമാണ്, എന്തിനോടും എനിക്ക് പ്രണയമാണ്. സത്യം, എനിക്ക് എല്ലാത്തിനോടും പ്രണയമാണ്. സത്യം പറഞ്ഞാൽ പ്രണയം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുള്ളൂ. എന്തിനോടും ഒരു ഇഷ്ടം വേണം. നല്ല ചെയ്യുന്ന ജോലി ആയിക്കോട്ടെ, നമ്മുടെ കൂടെ നിൽക്കുന്നവരായിക്കോട്ടെ, എല്ലാത്തിനോടും ഒരു പ്രണയം ഉണ്ടെങ്കിൽ ജീവിതം ഭയങ്കര കളർഫുൾ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പ്രണയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ട്രാൻസിന്റെ പ്രത്യേകത ഉണ്ട്. ട്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ മരണം വരെ പ്രണയിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവർക്ക് മുമ്പിൽ എത്തുന്നവരോടെല്ലാം, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനായാലും ഒന്ന് പുറത്തിറങ്ങുമ്പോ എന്നെ കണ്ടു നിർത്തുന്ന വണ്ടികളൊന്നും എന്നോട് പ്രേമം കണ്ടു നിർത്തുന്നവരല്ല. എല്ലാവരുടെ ഉള്ളിലും ഉദ്ദേശം വേറെയാണ്. സത്യം പറഞ്ഞാൽ എന്നെ നോക്കുന്ന സഹതാപത്തിന്റെ കണ്ണുകളേക്കാൾ കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് കാമത്തിന്റെ കണ്ണുകളാണ്. കാണുന്നവർക്കൊക്കെ വിചാരം ഇവരെല്ലാം എല്ലാത്തിനും കിട്ടും, അല്ലെങ്കിൽ ഇവരെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരെയും എന്തിനും ഉപയോഗിക്കാം എന്ന് തോന്നുന്ന ഒത്തിരി പേരുണ്ട്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ സൊസൈറ്റിയുടെ അടുത്ത്, നിങ്ങളെയൊക്കെ പോലെ തന്നെ, അതായത് ഒരാണിനെയും പെണ്ണിനെയും പോലെ തന്നെ ഞങ്ങൾക്കും ചോയ്സ് ഉണ്ട്, ഞങ്ങളും സെലക്റ്റീവാണ്. ഞങ്ങൾക്കും ചിലരോട് മാത്രമേ പ്രണയം തോന്നുള്ളൂ, ചിലരോട് മാത്രമേ കാമം തോന്നുള്ളൂ, ചിലരോട് മാത്രമേ അടുപ്പം തോന്നുള്ളൂ. ഒരാണിന് എങ്ങനെയാണോ ഒരു പെണ്ണിന് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞങ്ങള്. ഞങ്ങളുടെ ശരീരത്തിലും മജ്ജയും മാംസവും രക്തവും തന്നെയാണ്. അതുകൊണ്ട് കാണുന്നവരോട് എല്ലാവരോടും ഓടി നടന്ന് സെക്സ് ചെയ്യാനോ കാണുന്നവരെ എല്ലാവരെയും പ്രണയിക്കാനോ ഞങ്ങൾക്കും ആവില്ല. ഞങ്ങളും എല്ലാവരെയും പോലെയാണ്. വി ആർ യുണീക്ക് എന്ന് പറയാൻ, ഐ എം നോട്ട് എ ഡിസേബിൾ, ഐ എം യുണീക്ക് എന്ന് പറയാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇപ്പൊ പൊതുവെ സമൂഹത്തിന്റെ ഇടയിൽ ഒരു സംസാരമുണ്ട്. കാരണം ഈ HIV AIDS പോലെയുള്ള അസുഖങ്ങൾ ഏറ്റവും കൂടുതൽ സൊസൈറ്റിയിൽ സ്പ്രെഡ് ചെയ്യുന്നത് ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് എന്നൊക്കെ സമൂഹത്തിന് അങ്ങനെ പറഞ്ഞു വിട്ടാൽ മതി. പക്ഷെ അത് ബാധിക്കുന്നത് ഈ പറയുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി, മൈനോറിറ്റി ആയിട്ടുള്ള ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ അതിന് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ മറുപടി എന്താണ് അവരോടുള്ളത്? സത്യം പറഞ്ഞ ഈ ചോദ്യം കേൾക്കുമ്പോ എനിക്ക് എന്താ പറയാ, ചിരിയാ വരുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല. കമ്മ്യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ഇപ്പോ ഞാനൊരു കമ്മ്യൂണിറ്റി, ഞാൻ അധികം ട്രാൻസ് കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധത്തിൽ ജീവിക്കുന്ന ഒരാളല്ല, ബട്ട് കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധമുണ്ട്. കമ്മ്യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓരോ കമ്മ്യൂണിറ്റിയും ആരുടെയൊക്കെ അണ്ടറിൽ മീൻസ് ഒരിക്കലും അധികാരമോ അല്ലെങ്കിൽ എന്താ പറയാ പുറം നാടുകളിൽ പറയുന്ന പോലെ ഒരു ഗുരു ഇരുന്നിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരാൾ ഇരുന്നിട്ട് എല്ലാവരും താഴേക്കിടയിൽ, അങ്ങനെയല്ല. എല്ലാവരും കൂടെയുള്ള ഒരു കൂട്ടായ്മ പോലെ ജീവിക്കുന്ന ഒത്തിരി പേരാണ്. ഫോർ എക്സാമ്പിൾ മലപ്പുറം തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, മലപ്പുറത്തൊക്കെ ഭയങ്കര കോർഡിനേഷൻ ആണ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ നെഹാസി മേനോ എന്ന് പറയുന്ന പുള്ളിക്കാരി എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് ഭയങ്കര ചിട്ടയോടെ അച്ചടക്കത്തോടെ കൊണ്ടുപോകുന്ന ഒരു കമ്മ്യൂണിറ്റി ഇവിടെയുണ്ട്. കോഴിക്കോട് അതുപോലെ സിസിലി ജോർജ് എന്ന് പറയുന്ന ഒരു മുതിർന്ന ട്രാൻസ് പേഴ്സൺ തന്നെ കൊണ്ടുപോകുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു സംഭവമുണ്ട്.